പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളുടെ മുന്നിൽ വളരെ പ്രധാനപ്പെട്ട ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ട ദിനങ്ങളാണ് മുന്നിലുള്ളത്. സ്കോർ കുറഞ്ഞവർക്ക് മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്ക് വിവിധ വെബ്സൈറ്റുകൾ വഴിയും അതുപോലെ തന്നെ ചില കോളേജുകളിൽ നേരിട്ടുമുള്ള ആപ്ലിക്കേഷൻ നൽകാൻ വേണ്ടി സാധിക്കും. പിന്നീട് അതിൻ്റെ വിവിധ തലങ്ങളിലുള്ള അലോട്ട്മെൻറ്റും അഡ്മിഷനും നടക്കുന്നതാണ്. കൂടാതെ LBSൻ്റെ ആപ്ലിക്കേഷൻ 15-ന് അവസാനിച്ചാൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക്കേഷൻ, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ കറക്ഷൻ, അതുപോലെ പ്രൊവിഷണൽ ആൻഡ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിക്കേഷൻ ശേഷം ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള അവസരം ലഭിക്കുന്നതായിരിക്കും. പിന്നീട് ട്രയൽ അലോട്ട്മെൻറ്റും ഓപ്ഷൻ എഡിറ്റിങ്ങും നടത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. അതിനുശേഷം 3 പ്രാഥമിക അലോട്ട്മെൻറ്റുകൾ നടത്തും. പ്രാഥമിക അലോട്ട്മെൻറ്റുകൾക്കിടയിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് നടത്താനും കോളേജ് ജോയിനിങ്ങും ഒക്കെ നടക്കുന്നതാണ്. പിന്നീട് പുതിയതായിട്ട് വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ നൽകാനുള്ള അവസരം ലഭിക്കുകയും സീറ്റ് വേക്കൻസിക്കനുസരിച്ച് സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. കഴിഞ്ഞ വർഷം 14ഓളം സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകൾ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ പല ഘട്ടങ്ങൾ വിവിധ ഡേറ്റുകളിൽ വരുന്നതുകൊണ്ടാണ് ശ്രദ്ധയോടെ ഇരിക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും പറയുന്നത്. അപ്ഡേഷൻ ഈ ഒരു ചാനൽ വഴി പരമാവധി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സെൽഫ് ഫിനാൻസ് കോളേജുകളിലുള്ള മാനേജ്മെൻറ്റ് സീറ്റ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ആപ്ലിക്കേഷൻ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ കഴിഞ്ഞ ദിവസം ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. 82ഓളം കോളേജുകളിലേക്കുള്ള PNC MEC അതുപോലെ തന്നെ AMC SFN CK എന്നീ 2 വെബ്സൈറ്റുകൾ വഴിയുള്ള മാനേജ്മെൻറ്റ് സീറ്റിലേക്കുള്ള ആപ്ലിക്കേഷൻ നടത്തണമെങ്കിൽ പ്രോസ്പെക്ടസിന് അംഗീകാരം അത് റെഡിയാവേണ്ടതുണ്ട്. ആ ഒരു സ്റ്റെപ്പ് ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ന്യൂസാണ് മലയാള മനോരമയിൽ വന്നിരിക്കുന്നത്. സ്വകാര്യ നഴ്സിംഗ് കോളേജ് പ്രോസ്പെക്ടസ് തയ്യാറായി. തിരുവനന്തപുരം സ്വകാര്യ നഴ്സിംഗ് കോളേജിലെ മാനേജ്മെൻറ്റ് സീറ്റിലേക്കുള്ള ഏകജാലക പ്രവേശനത്തിൻ്റെ പ്രോസ്പെക്ടസ് തയ്യാറാക്കുന്ന ജോലി പൂർത്തിയായി. ഇന്നോ നാളെയോ പ്രവേശന മേൽനോട്ട സമിതിക്ക് നൽകും. സമിതി അംഗീകരിച്ചാൽ അപേക്ഷ ക്ഷണിക്കും. ജൂൺ ആദ്യവാരം ആപ്ലിക്കേഷൻ ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. ആരംഭിച്ചാൽ ചാനൽ വഴി ഡീറ്റെയിൽസുകൾ അടങ്ങിയ വീഡിയോ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. സംസ്ഥാനത്തെ 100ഓളം കോളേജുകൾക്ക് കഴിഞ്ഞ ദിവസം കേരള ആരോഗ്യ സർവകലാശാലയുടെ അഫിലിയേഷൻ ലഭിച്ചു. ചില പിഴവുകൾ ചൂണ്ടിക്കാണിച്ച് 60ഓളം കോളേജുകൾക്ക് അഫിലിയേഷൻ നൽകിയിട്ടില്ല. ഈ പ്രശ്നങ്ങൾ വരും ദിവസങ്ങൾ പരിഹരിക്കപ്പെടും. ഓഗസ്റ്റ് 1-ന് ക്ലാസുകൾ തുടങ്ങും. ജൂലൈ അവസാനത്തോടുകൂടി LBS വഴിയുള്ള ആദ്യ 3 അലോട്ട്മെൻറ്റുകൾ വഴിയുള്ള അഡ്മിഷനും അവസാനിക്കുന്നതാണ്. അതുകൊണ്ട് LBS വഴിയും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സീറ്റിലേക്കുള്ള അഡ്മിഷനും അവസാനിച്ച ശേഷം ഓഗസ്റ്റ് ആദ്യവാരത്തോടുകൂടി തന്നെ ക്ലാസുകൾ ആരംഭിക്കുന്നതായിരിക്കും. ഈ വർഷത്തെ വിവിധ BSc നഴ്സിംഗ് മറ്റ് പാരാമെഡിക്കൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളും അപ്ഡേഷനും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. അവർക്കും നന്ദി, നമസ്കാരം.